ഹായ് ഫ്രണ്ട്സ്, ഇത് നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ലേസ് എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കാൻ നോക്കാം. വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇനി ഞാനിവിടെ 3 മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ നമുക്കൊന്ന് കളഞ്ഞെടുക്കാം. അതിനുശേഷം നമ്മൾ തൊലി കളഞ്ഞ് അപ്പോൾ തന്നെ നമ്മൾ വെള്ളത്തിലിട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് ചുവന്നു അതിൻ്റെ കളർ മാറിപ്പോകും. വെള്ളം എന്നുള്ളത് ചുവപ്പ് കളറായി മാറും. അപ്പോൾ വെള്ളത്തിൽ തന്നെ ഇട്ട് കൊടുക്കുക. ഒരു 5 മിനിറ്റ് വെള്ളത്തിൽ കിടക്കട്ടെ. അതിനുശേഷം നമുക്ക് വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് ഇതേപോലത്തെ ഒരു സ്ലൈസർ വെച്ചിട്ട് ഒരു ഡിസൈനിലുള്ള സ്ലൈസർ വെച്ചിട്ട് നമുക്കൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല സ്പീഡിലാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കറക്റ്റ് വട്ടനെ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ മെല്ലെ മെല്ലെ ഒന്ന് നമുക്ക് കറക്റ്റ് വട്ടനെ തന്നെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങും സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ഷേപ്പിൽ. ഇനി നമുക്കിത് നല്ല തണുത്ത വെള്ളത്തിൽ, അതായത് ഐസ് വെള്ളം തന്നെ എടുക്കാം. ഞാനിവിടെ വെള്ളത്തിൽ ഒരു 4-5 ഐസും കട്ട ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ. അപ്പോൾ നല്ല തണുത്ത വെള്ളം എടുക്കുക, അതിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റ് ഇങ്ങനെ തണുത്ത വെള്ളത്തിലിട്ടതിന് ശേഷം പിന്നെ നമുക്കിത് ഓരോന്നായിട്ട് കോട്ടൺ തുണിയിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിലത്തെ ആ വെള്ളമൊക്കെ തന്നെ നന്നായി പോകണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ലേസ് കിട്ടും. ശരിക്കും കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ തന്നെയുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ലേസ് കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇങ്ങനെ നമ്മൾ തുണിയിൽ പരത്തി വെച്ചിട്ടുള്ള ഈ ഉരുളക്കിഴങ്ങ് നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം. അപ്പോൾ ഫാനൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയിട്ട് കിട്ടും. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ല. ഇനി നമുക്ക് നേരെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്കിത് കുറച്ച് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കളറൊക്കെ കുറച്ച് മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഓയിലിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള ഉരുളക്കിഴങ്ങ് എല്ലാം തന്നെ വറുത്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു പകുതിയോളം വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പകുതിയോളം വറുത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മസാല ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഉപ്പ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഉപ്പ് മാത്രം ആഡ് ചെയ്ത് കൊടുത്തിട്ട് കഴിക്കാം. ഞാനിവിടെ കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടിയും കുറച്ച് ചാറ്റ് മസാലയും കുറച്ച് പഞ്ചസാര പൊടിച്ചതും കൂടി, എനിക്ക് ചെറിയൊരു മധുരം കിട്ടുന്നത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലത്തെ ഏതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളൊരു പകുതി വറുത്തതിന് ശേഷം ഇങ്ങനെ ചെയ്യണം. കാരണം ആ ചൂട് ഫുള്ളായിട്ട് വിട്ട് പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തണുത്ത് പോവുകയും ചെയ്യും. പിന്നെ നമ്മൾ ഈ മസാലയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ശരിക്കും അതിലൊന്നും പിടിക്കില്ല. അപ്പോൾ നമ്മൾ ഒരു പകുതിയോളം വറുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം മസാലയൊന്നും ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ബോക്സിലേക്ക് എങ്ങാനും മാറ്റി വയ്ക്കുക, നന്നായി അടച്ച് വയ്ക്കുക. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തണുത്ത് പോവില്ല പെട്ടെന്ന്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റുള്ള ഒരു ലേസാണിത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ പുതിയതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.